ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പനീർ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് മൈദ, നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് കോൺഫ്ലവർ, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ച് എടുക്കാം കേട്ടോ. നമുക്ക് ചിലർക്ക് ഉപ്പ് കുറേ വേണമെന്നുണ്ടായിരിക്കും, ചിലർക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതിയായിരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു റെസിപ്പി നല്ല ഇഷ്ടമായിട്ടും ടേസ്റ്റി ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുക. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നല്ലതുപോലെ തൊലി കഴുകിയതിന് ശേഷം നന്നായി ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ഇതിലേക്ക് എരിവിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഈ ഒരു പനീർ 65 നല്ല കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് ഞാൻ കുറച്ച് ഒറിഗാനോ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒറിഗാനോ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ കസൂരി മെത്തിയോ അല്ലെങ്കിൽ ചാറ്റ് മസാലയോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു മസാല നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് ഈ ഒരു മസാലയൊന്ന് കട്ടയില്ലാതെ റെഡിയാക്കി എടുക്കണം. വെള്ളം ഒത്തിരി കൂടിപ്പോകാൻ പാടില്ല, കാരണം ഒത്തിരി കൂടിപ്പോയി നമ്മുടെ മസാല ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പനീറിൽ കോട്ടിംഗ് ആയിട്ട് ഈ ഒരു മസാല പിടിക്കില്ല. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ കോട്ടിങ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വിട്ടു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു നന്നായിട്ട് പനീറിൽ കോട്ടായിട്ട് ഇരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ച് ഈ മസാല തയ്യാറാക്കിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീറിൻ്റെ ചെറിയ ചെറിയ പീസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാല നന്നായിട്ട് അതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം, കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പനീർ മസാല പറ്റിയത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആവുന്ന വരെ നമുക്ക് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കൊടുത്ത് ഈ ഒരു പനീർ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഈ ഒരു പനീർ ഇങ്ങനെ ഫ്രൈ ചെയ്തതിന് ശേഷം മറ്റൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് ചെറിയതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയും ഒരു 4-5 വെളുത്തുള്ളിയൊക്കെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ഈ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള പനീറും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റിയാണ്. കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ അങ്ങനെ സോട്ട് ചെയ്തെടുക്കുന്നില്ല, ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ, കാരണം ഇങ്ങനെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. ഇതേപോലുള്ള ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ഒത്തിരി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് അതൊന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.